ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് റിയാക്ഷൻസ് ഓഫ് കാർബോണിൽ കോമ്പൗണ്ട് ഇൻവോൾവിങ് ആൽഫ ഹൈഡ്രജൻ. അതിൽ ഫസ്റ്റ് വണ്ണായിരുന്നു ആൽഡോൾ കണ്ടൻസേഷൻ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന കുറച്ച് റിയാക്ഷൻസാണ് ഒരേപോലെ ആൽഫ ഹൈഡ്രജനുള്ള കാർബണിൽ കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻസാണ് നോക്കാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം നെയിം റിയാക്ഷൻസാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പെർക്കിൻ റിയാക്ഷൻ. ഒരു ആലിഫാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡിൻ്റെ അൺഹൈഡ്രൈഡും വിച്ച് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ, അതേപോലെ തന്നെ ഒരു ആരോമാറ്റിക് ആൽഡിഹൈഡും എന്ത് ചെയ്യുന്നു, അഡീഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുകയാണ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടൊരു ആസിഡായിട്ട് മാറുന്ന റിയാക്ഷനെയാണ് പെർക്കിൻ റിയാക്ഷൻ അല്ലെങ്കിൽ പെർക്കിൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദ റിയാക്ഷൻ ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ഹീറ്റിംഗ് ദ റിയാക്ടൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ്, യൂഷ്വലി സോഡിയം സാൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസിഡ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബെൻസാൽഡിഹൈഡ് ഉണ്ട്. അത് ആരുടെ കൂടെ ട്രീറ്റ് ചെയ്യുന്നത്, അസറ്റിക് അൻഹൈഡ്രൈഡിൻ്റെ കൂടെ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഇതിലൊരു ഹൈഡ്രജൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഈ കാർബൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അത് എവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, നമ്മുടെ ഈ ഇപ്പുറത്തെ ബെൻസാൽഡിഹൈഡിൽ വന്ന് അറ്റാക്ക് ചെയ്ത് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നിട്ട് എന്ത് ചെയ്യും, ആൽഫ ബീറ്റ പൊസിഷനിൽ എന്ത് സംഭവിക്കും, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത് ആൽഫ, ഇത് ബീറ്റ. ആൽഫ ബീറ്റ പൊസിഷനിൽ എന്ത് വരും, ഡബിൾ ബോണ്ട് വരുന്ന ഒരു അൺസാച്ചുറേറ്റഡ് ആസിഡായിട്ട് അത് മാറും. ഈ റിയാക്ഷൻ്റെ പേരാണ് എന്ത്, പെർക്കിൻ റിയാക്ഷൻ. ഇതൊരു ആൽഡോൾ ടൈപ്പ് കണ്ടൻസേഷനാണ്. ഇതിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ചെറുതായിട്ട് എന്താണെന്നൊരു കറക്റ്റ് മെക്കാനിസം ഇല്ലെങ്കിലും ഒരു ചെറിയൊരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിലെന്താ, ഇവിടെ നോക്കുകയാണെങ്കിൽ ബെൻസാൽഡിഹൈഡ് ഉണ്ട്. ഈ ബെൻസാൽഡിഹൈഡിൻ്റെ തൊട്ടപ്പുറത്ത് അസറ്റിക് അൻഹൈഡ്രൈഡ്. അപ്പോൾ ഇവിടെ അറിയാം ഇതാണ് നമ്മുടെ ആൽഫ ഹൈഡ്രജൻ. ഇതിലൊരു ഹൈഡ്രജൻ പോയിട്ട് എവിടെ അറ്റാച്ച് ചെയ്യും, ഈ ഓക്സിജനിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബാക്കി CH, ഈ CH അവിടെ തന്നെ ഉണ്ട്, ഇത് OH ആയിട്ട് മാറും. പിന്നെ ബാക്കി CH2 അതെന്തായിട്ട് മാറും, മൈനസ് ആയിരിക്കും. അപ്പോൾ അത് വന്നിട്ട് എവിടെ അറ്റാക്ക് ചെയ്യും, നമ്മുടെ ഈ കാർബണിൽ കോമ്പൗണ്ടിൽ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. കാരണം കാർബണിന് പ്ലസ് ചാർജ് ആയിരിക്കും, ഓക്സിജൻ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ CH2 എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. CH2 മാത്രമല്ല ബാക്കിയുള്ള അസറ്റിക് അൻഹൈഡ്രൈഡ് കംപ്ലീറ്റ്ലി അവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഇതെന്താ, നമ്മളിതിനെ ഹീറ്റ് ചെയ്യണം. ആസിഡിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ നിന്നിട്ട് ഇത്രയും പോർഷൻ CH2COOH ആയിട്ട് മാറും. ബാക്കി ഇത്രയും പോർഷൻ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് ലീവ് ചെയ്ത് പോവും. എന്നിട്ട് എന്ത് സംഭവിക്കും, ഇങ്ങനൊരു സ്ട്രക്ചറായിട്ട് മാറും. അതിനെ നമ്മൾ വീണ്ടും ഫർദർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ OH ഇവിടുന്ന് പോവും, അതേപോലെ തന്നെ ഈ H ഇവിടുന്ന് പോയിട്ട് ഈ രണ്ട് CHൻ്റെ ഇടയിൽ എന്തായിട്ട് മാറും, ഡബിൾ ബോണ്ട് വരും. അപ്പോൾ അതെന്തായി മാറി, സിന്നമിക് ആസിഡായിട്ട് മാറി. ഇതാണ് ഈ നമ്മുടെ റിങ്ങിൽ ഇതുപോലെ ഡബിൾ ബോണ്ട് വരുന്ന ആസിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിന്നമിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ പേരാണ് പെർക്കിൻ റിയാക്ഷൻ. ഇവിടെ നമ്മൾ ആൽഫ ഹൈഡ്രജൻ ആയിട്ട് എടുക്കുന്ന കോമ്പൗണ്ട് ഏതാണ്, അസറ്റിക് അൻഹൈഡ്രൈഡാണ്. അതിലൊരു ആൽഫ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഫർദർ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ട് ആൽഫ ബീറ്റ പൊസിഷനിൽ എന്ത് വരും, അൺസാച്ചുറേഷൻ വരും. അതാണ് പെർക്കിൻ കണ്ടൻസേഷൻ. ഇനി നെക്സ്റ്റ് വരുന്ന വേറൊരു കണ്ടൻസേഷനാണ് ബെൻസോയിൻ കണ്ടൻസേഷൻ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് കാണിക്കുന്ന ഒരു തരം റിയാക്ഷൻസാണ് ഈ ബെൻസോയിൻ കണ്ടൻസേഷൻ. 2 ആരോമാറ്റിക് ആൽഡിഹൈഡ്സ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 ബെൻസാൽഡിഹൈഡ്, ഇവരെന്ത് ചെയ്യും, സ്വയം സെൽഫായിട്ട് അഡീഷൻ റിയാക്ഷൻസ് നടത്തും. ചില സ്പെസിഫിക് ബേസ്, അതായത് സയനൈഡ് അയണിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യും, ഇവർ രണ്ടുപേരും കൂടി സ്വയം സെൽഫ് അഡീഷൻ നടത്തിയിട്ട് എന്ത് സംഭവിക്കും, ബെൻസോയിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറും. ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെൻസാൽഡിഹൈഡ്, ഇതൊരു ബെൻസാൽഡിഹൈഡ്. ഇതിൽ ഇത്ര നോക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ, ഒരെണ്ണത്തിൽ ഹൈഡ്രജൻ അങ്ങനെ വന്നിട്ട് എവിടെ അറ്റാക്ക് ചെയ്യും, ഈ ഓക്സിജനിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറി, ഒരു റിങ്ങിൻ്റെ കൂടെയുള്ള കാർബണിൽ Hഉം OHഉം വന്നു. മറ്റേൽ ഇനി ബാക്കി ആരാളുള്ള, ഈ റിങ്ങിൽ C ഡബിൾ ബോണ്ടോ പിന്നെ റിങ്ങും, അവർ രണ്ടുപേരും കൂടി അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്,
ബെൻസോയിൻ എന്ന് വിളിക്കുന്നത്. 2 റിങ്, അതിൽ ഒരെണ്ണത്തിൽ OH, ഒരു കാർബണിൽ തൊട്ടടുത്തതിൽ C ഡബിൾ ബോണ്ടോ. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ബെൻസോയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ ബെൻസോയിനെ നമ്മൾ ഫർദർ ഓക്സിഡേഷൻ നടത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ സംഭവിക്കും, ഈ OH കൂടി എന്തായിട്ട് മാറും, ഡബിൾ ബോണ്ടുമായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ പേരെന്തായി മാറും, ബെൻസോയിൻ മാറി ബെൻസൈൽ എന്നായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ബെൻസോയിൻ കണ്ടൻസേഷൻ. ഈ ഒരു CNൻ്റെ പ്രസൻസിൽ 2 ആരോമാറ്റിക് ആൽഡിഹൈഡ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുകയാണ്, ബെൻസോയിൻ എന്ന പ്രൊഡക്റ്റായിട്ട് മാറുന്ന റിയാക്ഷനാണ് ബെൻസോയിൻ കണ്ടൻസേഷൻ. ഇതിൻ്റെ ഒന്നും മെക്കാനിസം നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇനി നെക്സ്റ്റ് വരുന്ന റിയാക്ഷനാണ് ഹാലഫോം റിയാക്ഷൻ. അതായത് ഒരു അസറ്റാൽഡിഹൈഡും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർബണിൽ ഗ്രൂപ്പ് ഏതെങ്കിലും കാർബണിൽ ഗ്രൂപ്പുള്ള ഒരു ഇതിൽ ആ കാർബണിൽ കോമ്പൗണ്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കണം. മീഥൈൽ വരുന്ന കാർബണിൽ ഗ്രൂപ്പ് എവിടേക്ക് അറ്റാച്ച് ചെയ്ത്, മീഥൈൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഇൻ വിച്ച് ദ കാർബണിൽ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു എ മീഥൈൽ ഗ്രൂപ്പ് ആർ ഓക്സിഡൈസ്ഡ് ബൈ ഹാലജൻ ആൻഡ് ആൽക്കലി. എന്ത് ചെയ്യാണ്, CH3 അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൽ കോമ്പൗണ്ട് നമ്മുടെ ഹാലജനും ആൽക്കലിയുടെയും പ്രസൻസിൽ ഓക്സിഡേഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും, ഹാലഫോമും സോഡിയം കാർബോക്സിലേറ്റുമായിട്ട് മാറും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹാലഫോം റിയാക്ഷൻ. ഈ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് എന്ത്, ഹാലോഫോം. ഇതാണ് CH3നെയാണ് നമ്മൾ ഹാലോഫോം എന്ന് വിളിക്കുക. ആ ഹാലോഫോമിൻ്റെ പേരിലാണ് ഈ റിയാക്ഷൻ അറിയണത്. ഇപ്പോൾ നമ്മുടെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക, ഇതാണ് നമ്മുടെ കാർബണിൽ കോമ്പൗണ്ട്. കാർബണിൽ കോമ്പൗണ്ട് എന്തുണ്ട്, മീഥൈൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആയി. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഹാലോജൻ, അതേപോലെ തന്നെ ആൽക്കലി, ഈ 3 പേരും എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്യുന്നു, അഡീഷൻ നടക്കുന്നു. അങ്ങനെയാകുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും, ഇവിടെ ഉണ്ടായിരുന്ന ഈ CH3 ഉണ്ടല്ലോ, ആ CH3 കംപ്ലീറ്റ്ലി ഹാലജൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് CX3 ആയിട്ട് മാറും. അങ്ങനെ CX3 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കി എന്നെയും, ഇവിടെ 6 ഹാലജൻ ഉണ്ടായിരുന്നു, ബാക്കി 3 എണ്ണം ഉണ്ടാവുമല്ലോ, 3 എണ്ണം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് ബാക്കി 3 എണ്ണം NaX ആയിട്ട് മാറും. പിന്നെ ബാക്കിയുള്ള ഇവിടുന്ന് പോയ 3 ഹൈഡ്രജൻ ബാക്കി അപ്പുറത്ത് പോയിട്ട് H2 ആയിട്ട് മാറും. ഇങ്ങനെ ആയാലും ഈ മീഥൈൽ കീറ്റോണ് ആദ്യം എന്തായിട്ട് മാറും, RCOCH3 എന്നുള്ളത് RCOCX3 ആയിട്ട് മാറും. ഇത് വീണ്ടും NaOHൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, CHX3 എന്ന് പറയുന്ന ഹാലോഫോം ആയിട്ട് മാറും. ബാക്കി ഈ RCO എന്നുള്ളത് RCOO ആയിട്ട് മാറും. ഇവരിത്ര പേര് തമ്മിൽ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. അപ്പോൾ ടോട്ടൽ ഈ റിയാക്ഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. താഴെ RCOCH3 + 3X2 + 4 NaOH, ഇത് 3 NaOH ഇവിടുത്തെ, പിന്നെ ഒരു NaOH ഇവിടുത്തെ, പിന്നെ 4 NaOH കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ടായിട്ട് മാറും സോഡിയം കാർബോക്സിലേറ്റും ഹാലഫോമുമായിട്ട് മാറും. പിന്നെ ബാക്കി NaX ഉണ്ടാവും, H2Oയും ഉണ്ടാവും. ഈ റിയാക്ഷൻ്റെ പേരാണ് എന്ത്, ഹാലഫോം റിയാക്ഷൻ. ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാണ്, ഹാലഫോമാണ്. ഇവിടെ ഈ ഹാലഫോം റിയാക്ഷനിലെ X എന്ന് പറയുന്നത് ഏത് ഹാലജൻ വേണമെങ്കിലും ആവാം, ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം, ആര് വേണമെങ്കിലും ആവാം, ഓർ അയഡിൻ. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, അസറ്റാൽഡിഹൈഡ് ക്ലോറിനും NaOHൻ്റെയും കൂടെ റിയാക്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ, CH3 ഉള്ള കാർബണിൽ കോമ്പൗണ്ടാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ആ CH3 പോയിട്ട് അതെന്തായിട്ട് മാറി, ONa ആയിട്ട് മാറി. ബാക്കി എന്തുണ്ടായി, ക്ലോറോഫോം ഉണ്ടായി, CHCl3 ആയിട്ട് മാറി. പിന്നെ NaClഉം ബാക്കി 3H2Oയും. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണെങ്കിലും ഇവിടെ എന്താണ്, 2 CH3 ഉണ്ട്, ഏതെങ്കിലും ഒരു CH3 അവിടെ നിർത്തിയിട്ട് മറ്റത് ONa ആക്കി മാറ്റുക. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാലജൻ എന്ന് പറയുന്നത് ബ്രോമിനാണ്. അപ്പോൾ എന്താ അവിടെ കിട്ടുന്ന ഹാലോഫോം ബ്രോമോഫോം ആയിരിക്കും. ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതാം. പിന്നെ ഇവിടെ വീണ്ടും ഒരു CH3 അറ്റാച്ച് ചെയ്ത അസറ്റോഫീനോണാണ് ഉള്ളത്, പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഹാലജൻ അയഡിനാണ്. അപ്പോൾ എന്തായിട്ട് മാറി ഇവിടെ കിട്ടുന്ന ഹാലോഫോം അയഡോഫോം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാർബണിൽ കോമ്പൗണ്ട് നോക്കുക, പിന്നെ യൂസ് ചെയ്യുന്ന ഹാലജൻ ഏതാ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ആ പ്രോഡക്റ്റ് എഴുതുക.
പിന്നെ ഇതിൽ പറയുന്നത് ഹാലോഫോം റിയാക്ഷൻ തരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു CH3 അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൽ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സ്, അതായത് CH3 അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെയുള്ള ആൽക്കഹോൾ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള സെക്കൻഡറി ആൽക്കഹോൾസും എന്ത് തരും, നമ്മുടെ ഹാലോഫോം റിയാക്ഷൻ തരും. കാരണം ഈ കോമ്പൗണ്ട് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇതേ സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ ഇതും എന്ത് ചെയ്യണം, ഓൾറെഡി ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണല്ലോ, അപ്പോൾ എന്ത് സംഭവിക്കും, ഇതായിട്ട് മാറും. പിന്നെ അവിടുന്ന് അത് ഫർദർ എന്തായിട്ട് മാറും, ഹാലോഫോം റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളും. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. എത്തനോളും അയഡിനും 2NaOH ആവും. ഈ എത്തനോൾ എന്തായിട്ട് മാറി, ഓക്സിഡേഷൻ നടന്നിട്ട് അസറ്റാൽഡിഹൈഡായിട്ട് മാറി. ബാക്കി Na കിട്ടി, H2 ആയി. എന്നിട്ട് ഈ അസറ്റാൽഡിഹൈഡ് വീണ്ടും നമ്മുടെ അയഡിനും NaOHൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, HCOO ആയിട്ടും മാറും. അതേപോലെ തന്നെ അയഡോഫോമായിട്ട് ഇവിടെ യൂസ് ചെയ്ത ഹാലജൻ അയഡിൻ ആയതുകൊണ്ട് അയഡോഫോമായിട്ട് മാറും. ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൽക്കഹോളായിട്ടുള്ള കോമ്പൗണ്ട്സും എന്ത് തരുന്നുണ്ട്, ഹാലോഫോം റിയാക്ഷൻ തരുന്നുണ്ട്. ഇനി ഈ റിയാക്ഷൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബാക്കിയുള്ളതിൻ്റെ ഒന്നും മെക്കാനിസം ഇല്ല, പക്ഷേ ഇതിൻ്റെ മെക്കാനിസം ഉണ്ട്. ഇതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് OH- അല്ലേ. ഈ OH- കൊണ്ട് നമ്മുടെ അടുത്ത് ആരുണ്ട്, CH3 ഉള്ള കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഈ OH- വന്നിട്ട് നമ്മുടെ കാർബണിൽ ഗ്രൂപ്പ് CH3 ഒരു Hനെ കൊണ്ടുപോകും. അപ്പോൾ ആ Hൻ്റെ ബോണ്ട് എവിടേക്ക് വരും, ഇവിടേക്ക് വന്ന് ഇത് മൈനസായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ റെസൊണൻസ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും, നമ്മുടെ ഹാലജൻ ഉണ്ടല്ലോ X2, ആ X2ൽ ഒരു Xൻ്റെ ബോണ്ട് ഇങ്ങോട്ട് പോവും. അതായത് ഇവിടെ ഹെട്രോളിറ്റിക് ഫിഷനാണ്, ഒന്ന് നെഗറ്റീവ് ആവും ഒന്ന് പോസിറ്റീവ് ആവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ CH2- ആയിട്ടുണ്ടല്ലോ, ആ CH2- എന്ത് ചെയ്യും, ഒരു ഹാലോജനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറി, CH2X ആയിട്ട് മാറി. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ OH- X2 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മുടെ ആ സൊല്യൂഷനിൽ വീണ്ടും ഇതുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും, ഹൈഡ്രജനെ ആര് കൊണ്ടുപോകും, OH- കൊണ്ടുപോകും. അപ്പോൾ അടുത്ത X വന്ന് അറ്റാച്ച് ചെയ്യും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, OH- X വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ Hനെയും കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന CH3 3 Hഉം പോയി എന്തായിട്ട് മാറി, ട്രൈ ഹാലോജനേറ്റഡ് പ്രൊഡക്റ്റായി. മൂന്നും എന്തായിട്ട് മാറി, ഹാലോജനേറ്റഡ് ആയി. അങ്ങനെ ഹാലോജനേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ, ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അത് നെഗറ്റീവ് ചാർജ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കാർബണിൻ്റെ എന്താ വരിക, പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഫർദർ നമ്മുടെ സൊല്യൂഷനിലിരിക്കുന്ന OH- എവിടെ ചെന്ന് അറ്റാക്ക് ചെയ്യും, ഈ കാർബണിൽ കോമ്പൗണ്ടിൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ അറ്റാക്ക് ചെയ്തിരുന്നാലും ഓക്സിജനിൽ എന്ത് ചെയ്യും, എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് വന്നപ്പോൾ അതിന് വീണ്ടും ടെൻഡൻസി എന്തുണ്ട്, വീണ്ടും പഴയ പോലെ ഈ ബോണ്ടിലേക്ക് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. അത് വീണ്ടും എന്ത് ചെയ്യും, ഈ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബണിന് എത്ര വാലൻസി ആയിരിക്കും, 5 ആവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു വാലൻസി കളയണം. അപ്പോൾ ആര് പോവും, CH3 ഇവിടുന്ന് പോവും. പിന്നെ CH3 എന്തായി, അതിൻ്റെ ബോണ്ടോട് കൂടിയാണ് പോയിരിക്കണം. അപ്പോൾ അതിന് എന്ത് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഈ RCOOOH ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ OH, അതിലെ OHലെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ടഡ് ആണ്. അതിനെപ്പോഴും ആരെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു ന്യൂക്ലിയോഫൈൽ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, അത് അതിൻ്റെ കൂടെ പോവും. അപ്പോൾ ഇത് സംഭവിച്ചു, ഈ CH3 നെഗറ്റീവായിട്ടുള്ള ഈ CH3 ഈ OHലെ Hനെ വലിച്ചെടുത്ത് അതിൻ്റെ ബോണ്ട് ഇവിടെ ആർക്ക് കിട്ടും, ഈ ഓക്സിജന് കിട്ടും. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു കാർബോക്സിലേറ്റ് ആനയോണും കിട്ടും. ഈ CH3യുടെ കൂടെ Hഉം വരും, ഹാലോഫോമും കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ കാർബണിൽ കോമ്പൗണ്ട് CH3 ആദ്യം CX3 ആയിട്ട് മാറും. അതിനുശേഷം അവിടെ എന്തായിട്ട് മാറും, ഇത് ഓക്സിനേറ്റഡ് ആയിട്ട് അതിൻ്റെ ഏതെങ്കിലും COONA എന്നുള്ള ഫോമിലേക്ക് മാറും. ബാക്കി Cl2 എന്നുള്ളത് CHCl3 ആവും. ബാക്കി അതേപോലെ തന്നെ എഴുതാം. ഇതിൻ്റെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഈ റിയാക്ഷൻ തന്നെ ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുന്ന റിയാക്ഷൻ കുറച്ച് ഫേമസ് ആണ്, നമ്മൾ ലാബിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതായത് കാർബണിൽ കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു, ഈ ഇത്തരത്തിലുള്ള ടൈപ്പും ഇത്തരത്തിലുള്ള ടൈപ്പ് എന്ത് ചെയ്യും, ഈ റിയാക്ഷൻ തരും, ഹാലോഫോം റിയാക്ഷൻ തരും.
അപ്പോൾ നമ്മൾ ഹാലോഫോം റിയാക്ഷനിൽ അയഡിൻ വെച്ചിട്ടുള്ള ഹാലോഫോം റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അയഡോഫോമാണ് ഉണ്ടാവുക. ഈ അയഡോഫോമിന് നല്ല മഞ്ഞ കളറാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നല്ല ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള കാർബണിൽ കോമ്പൗണ്ട് അയഡിൻ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടന്നിട്ടുണ്ട്, ഹാലോഫോം റിയാക്ഷൻ നടന്നിട്ടുണ്ട്. അതായത് അവിടെ ഉണ്ടായത് ഏതാണ്, അയഡോഫോമാണ്. അപ്പോൾ അയഡോഫോം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്ന ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഒന്നില്ലെങ്കിൽ OH ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ C ഡബിൾ ബോണ്ടോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടെസ്റ്റാണ് എന്ത്, അയഡോഫോം ടെസ്റ്റ്. പ്രൊപ്പനോൾ ഇതുപോലെ അയഡിനും NaOH വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ അസെറ്റോണും Na2H2 ആയിട്ട് മാറി. അവർ വീണ്ടും ഫർദർ റിയാക്ട് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി, ഇവിടെ അയഡോഫോം ഉണ്ടായി. അപ്പോൾ കാർബണിൽ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അയഡിനും NaOHൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും, അയഡോഫോമായിട്ട് മാറും. ഇനി നെക്സ്റ്റ് ഒരു റിയാക്ഷൻ കൂടിയുണ്ട്, അതാണ് കാനിസാറോ റിയാക്ഷൻ. ഇത് എന്താ പറയുക, ആൽഫ ഹൈഡ്രജൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാണ്, ആൽഡിഹൈഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ആൻ ആൽഫ ഹൈഡ്രജൻ അണ്ടർഗോ സെൽഫ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ. ഇവിടെ പറയുന്നത് ആൽഫ ഹൈഡ്രജൻ്റെ കാറ്റഗറിയിലാണ് വരുന്നതെങ്കിലും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തുകയാണ്. ട്രീറ്റ്മെൻറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ഏതെങ്കിലും ഒരു കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്, ആൽഡിഹൈഡ്സ് സെൽഫ് റിഡക്ഷൻ നടത്തുകയാണ്. അതായത് 2 എണ്ണം ഉണ്ടായിരിക്കും, അതിൽ ഒരെണ്ണത്തിന് ഓക്സിഡേഷൻ നടത്തുന്നാൽ ഒരെണ്ണത്തിന് റിഡക്ഷനാണ് നടക്കുക. 1 molecule of aldehyde is reduced to the corresponding alcohol and another is oxidized to corresponding carboxylate salt. ഈ റിയാക്ഷനാണ് നമ്മൾ കാനിസാറോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും 2 ആൽഡിഹൈഡ്, ഒന്നില്ലെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഏതെങ്കിലും 2 ആൽഡിഹൈഡ് ഒരുമിച്ച് റിയാക്ഷൻ നടന്നു ഒരെണ്ണം ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഒരെണ്ണത്തിന് റിഡക്ഷൻ നടക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഫോർമാൽഡിഹൈഡാണ് ഉള്ളത്. ഒരു ഫോർമാൽഡിഹൈഡ് എന്തായിട്ട് മാറി, നിങ്ങൾക്ക് ഇതിൽ മെക്കാനിസം പഠിക്കാനില്ല, ജസ്റ്റ് റിയാക്ഷൻ മാത്രം എഴുതുക. 2 ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ 2 ഫോർമാൽഡിഹൈഡ് എഴുതുക. അത് NaOHൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ എന്തായിട്ട് മാറ്റണം, HCHO എന്നുള്ളത് എന്തായിട്ട് മാറ്റുക, OH ആക്കി മാറ്റുക, ആൽക്കഹോളാക്കി മാറ്റുക. അപ്പോൾ എന്തായി, CH3OH ആയിട്ട് മാറി. ഇനി ഒരു ഫോർമാൽഡിഹൈഡ് നിങ്ങൾ എന്താക്കി മാറ്റുക, COO(Na) ആക്കി മാറ്റുക, HCOO(Na), അതായത് അതിൻ്റെ സോഡിയം ഫോർമേറ്റ് ആക്കി മാറ്റുക. അപ്പോൾ എന്താകുന്നു, ഒരെണ്ണത്തിന് ഓക്സിഡേഷൻ നടക്കുന്നത് ഏതായിരിക്കും, CHO COO ആയി മാറുന്നതായിരിക്കും ഓക്സിഡേഷൻ നടക്കുന്നത്. CHO ആൽക്കഹോളായിട്ട് മാറുന്നതാണ് റിഡക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ വേറെയും കോമ്പൗണ്ട്സ്, ഇവിടെ 2 ബെൻസാൽഡിഹൈഡ് ഉണ്ട്. ഇവരും എന്ത് ചെയ്യും, ഇതേപോലെ NaOHൻ്റെ പ്രസൻസിൽ നടക്കുമ്പോൾ ഒരു ബെൻസാൽഡിഹൈഡ് എന്തായിട്ട് മാറും, ബെൻസൈൽ ആൽക്കഹോളായിട്ട് മാറും, മറ്റത് സോഡിയം ബെൻസോയേറ്റ് ആയിട്ട് മാറും. ഈ കോമ്പൗണ്ടിലാണെങ്കിലും 2 ട്രൈമീഥൈൽ അസറ്റാൽഡിഹൈഡാണ്. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ എന്തില്ല, ഹൈഡ്രജൻ ഇല്ല, എല്ലാം CH3 ആണ്. അപ്പോൾ അങ്ങനെയുള്ള 2 എണ്ണം കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, ഒരെണ്ണം CH2OH ആയി, ഒരു CHO CH2OH ആയി, മറ്റത് COO(Na) ആയിട്ട് മാറി. അതായത് ഒരെണ്ണത്തിന് ഓക്സിഡേഷൻ നടന്നു, അത് COO ആസിഡായിട്ട് മാറുന്നു. റിഡക്ഷൻ നടക്കുന്നത് എന്താവുന്നു, ആൽഡിഹൈഡ് ആൽക്കഹോളായിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ മെക്കാനിസം ഒന്നും നിൽക്കില്ല. ഇവിടെ നമ്മൾ കാനിസാറോ റിയാക്ഷൻ 2 ആൽഡിഹൈഡ്സും ഒരേപോലത്തെ ആയിരിക്കും. ക്രോസ്ഡ് കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ആൽഡിഹൈഡ്സ് ആയിരിക്കും. അപ്പോൾ എന്താവും, ഏതെങ്കിലും ഒരെണ്ണത്തിന് റിഡക്ഷൻ നടക്കുന്നു, ഒരെണ്ണത്തിന് ഓക്സിഡേഷൻ നടക്കുന്നു, മറ്റേ പോലെ തന്നെ. ഇവിടെ ബെൻസാൽഡിഹൈഡും ഫോർമാൽഡിഹൈഡും ഉണ്ട്. ഇതിൽ ഫോർമാൽഡിഹൈഡിനാണ് എന്ത് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത്. ബെൻസാൽഡിഹൈഡ് എന്തായിട്ട് മാറുന്നു, ആൽക്കഹോളായിട്ട് മാറുന്നു, അതായത് റിഡക്ഷൻ നടക്കുന്നു. ഈസിലി ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളത് ആരാണ്, ഫോർമാൽഡിഹൈഡാണ്. ബെൻസാൽഡിഹൈഡ് എന്ത് ചെയ്തു, റിഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ വേറൊന്നുണ്ട്, റിംഗ് ആയിട്ടുള്ള പാരാനൈട്രോ ബെൻസാൽഡിഹൈഡ്. അതും ഫോർമാൽഡിഹൈഡും ആണെങ്കിലോ, അപ്പോഴും ഫോർമാൽഡിഹൈഡിന് എന്ത് സംഭവിക്കും, ഓക്സിഡേഷൻ നടക്കും. റിങ്ങിലുള്ള CHO ബെൻസാൽഡിഹൈഡ്, അതായത് റിങ്ങിലുള്ള CHO എന്തായിട്ട് മാറും, CH2OH ആയിട്ട് മാറും. അപ്പോൾ ക്രോസ് കാൻസാറോ വരുമ്പോൾ റിങ് ഉള്ളവർ എന്തായിട്ട് മാറും, എപ്പോഴും റിഡക്ഷൻ നടക്കും. ഈ ഫോർമാൽഡിഹൈഡ് പോലത്തെ ഉള്ളവർ എന്തായിട്ട് മാറും, ഓക്സിഡേഷനും
നടക്കും. അപ്പോൾ ഇത്രയാണ് കാനിസാറോ റിയാക്ഷൻ. 4 എണ്ണമാണ് വരുന്നത്: പെർക്കിൻ കണ്ടൻസേഷൻ, ബെൻസോയിൻ കണ്ടൻസേഷൻ, ഹാലോഫോം റിയാക്ഷൻ, കാനിസാറോ റിയാക്ഷൻ.